സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നതാണ് മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം. ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? വെർട്ടിസോൾ. വെർട്ടിസോൾ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലെ മൃഗം സിംഹമാണ്. സിംഹം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്. ചാന്നാർ ലഹള. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 22. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏത്? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടേതാണ്. റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. റഷ്യ. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത്? ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ എന്നാണ്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. ഗാന്ധിജി ജനിച്ച വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഗാന്ധിജി ജനിച്ച വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം. ആവേഗബലം. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് നിറമാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്നത് കറുപ്പ് നിറമാണ്. അടുത്ത ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2 ആണ്. 3:2 ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. SiO2. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? സിലിക്കയാണ്. സിലിക്ക. SiO2. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ്. പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് പ്ലേയിങ് ടു വിൻ എന്നത് ആരുടെ ആത്മകഥയാണ്? സൈന നെഹ്വാൾ. സൈന നെഹ്വാളിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ എന്നത്.
G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം. G8 എന്ന സംഘടന രൂപം കൊണ്ടത് 1985 G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം ഏതാണ്? 1985. ഏത് ജില്ലയിലാണ് കഞ്ചിക്കോട്? കഞ്ചിക്കോട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട് സ്ഥിതി ചെയ്യുന്ന ജില്ല. കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ് വരുന്നത്? പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട് വരുന്നത്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തെ ജില്ല ഏതാണ്? ഏറ്റവും വടക്കേയറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ഏത്? റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ആണ് അസറ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ഏതാണ്? അസറ്റാറ്റിൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ ആത്മകഥയാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ ആത്മകഥയുടെ പേരാണ് ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് വയലറ്റ് ആൽവ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിത ആരെയെന്ന് ചോദിച്ചാലും ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെയെന്ന് ചോദിച്ചാലും ആരാണ്? വയലറ്റ് ആൽവയാണ്. എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ആഘോഷത്തിന്റെ പേരെന്താണ്? ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻട്രിക്കുലാർ മേഘങ്ങൾ എന്നത് ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ്. ലെൻട്രിക്കുലാർ മേഘങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ് GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശി ആരാണ്? GP പിള്ളയാണ്. ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക മഴക്കാട് ദിനം ജൂൺ 22 ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 22. അന്താരാഷ്ട്ര വിധവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. അന്താരാഷ്ട്ര വിധവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 23. ശരീരത്തിലെ ഏറ്റവും വേഗത കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ്? ശരീരത്തിലെ ഏറ്റവും വേഗത കൂടിയ പേശിയാണ് ഓർബിക്കുലാരിസ് ഒക്കുലി എന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ണിലാണ്. ശരീരത്തിലെ ഏറ്റവും വേഗത കൂടിയ പേശി ഏതാണ്? ഓർബിക്കുലാരിസ് ഒക്കുലി. അത് കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണിലാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് FC കോഹ്ലിയാണ്. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? FC കോഹ്ലി. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച വർഷം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് 1968. 1968. ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്.
ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 1986 ഇന്ത്യയിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. ലോക കാവ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക കാവ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. മാർച്ച് 21. ലോകത്തിലെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ച സഞ്ചാരി ആര്? ഇബിൻ ബത്തൂത്തയാണ്. ലോകത്തെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായിട്ട് കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ച സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. കൊല്ലത്തെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്? കൊല്ലത്തെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരിയാണ്. തങ്കശ്ശേരി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ആര്? ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു ഏതാണ്? കുഷ്ഠരോഗമുണ്ടാക്കുന്നത് മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രെ. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം ഏത്? നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലമാണ്. സിട്രിക് അമ്ലമാണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത് വിറ്റാമിൻ എ ആണ്. കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത് അമോണിയ. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനിസം ആണ്. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് കമന്റ് ചെയ്യുക. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് നാണയത്തെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്, നാണയം. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി? ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളുമാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത്? സസ്യങ്ങളിലെ ബാഷ്പീകരണം സ്വേദനം. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സ്വേദനം എന്നാണ്. സ്വേദനം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലം എന്താണ്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിന്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലം എന്നത് ഘർഷണമാണ്. ഘർഷണം. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കന്ദഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യയെയും കന്ദഹാറിനെയും ബന്ധിപ്പിക്കുന്നത് ബോളൻ ചുരമാണ്. ബോളൻ ചുരം. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കന്ദഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ബോളൻ ചുരമാണ്. ബോളൻ ചുരം. തിരുവിതാംകൂറിൽ ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂറില് ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കട്ലാ സമരം സംഘടിപ്പിച്ചത് ആര്?
തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ട്ല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ദൈവം സർവവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. ദൈവം സർവവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 90-ാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള. 90-ാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി ഏത്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദി. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഏതാണ്? കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദിയാണ് ഉപ്പള. ഉപ്പള. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം. കാലാഹിരൺ എന്നറിയപ്പെടുന്നത് IM വിജയനാണ്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയൻ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഹരിജൻ. ഇംഗ്ലീഷ് ഭാഷയിലാണ്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം K ആണ്. ജീവകം K. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മാജുലിയാണ്. ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ആസാമിലെ മാജുലി. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തുമ്പൂർ മൊഴി അണക്കെട്ട് ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ. കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്രോബാക്ടീരിയം ലെപ്രെ. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം. തിരുവിതാംകൂറിൽ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത് 1875 1875. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജാ വ്യാസ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് D ശ്രീദേവി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. കോട്ടയം. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കരമന നദിയാണ്. കരമന നദി.
മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏതാണ്? മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏതാണ്? മഗ്നീഷ്യം. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ഏതാണ്? ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്നത് ക്ലോറല്ലയാണ്. ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. പരുത്തി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം? ഷീ ടാക്സി പദ്ധതി 2013 2013. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആര്? ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. ബെൻ കിങ്സ്ലി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിനസെന്റ് ആണ്. തെർമോലൂമിനസെന്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ്. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ്. ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡാണ്. ടൂറിംഗ് അവാർഡ്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത. സ്വാതി സംഗീത പുരസ്കാരം DK പട്ടമാളാണ്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? DK പട്ടമാൾ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്ധിയാണ്. ഗുരുദത്ത് സോന്ധി. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. നടരാജഗുരു. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. സോജില ചുരം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ ആണ്. AR റഹ്മാൻ. കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ. കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ. ആൽഫ്രഡ് ജോർജ് ബേക്കർ. കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. അവസാനത്തെ ചോദ്യം, ദിബ്രു സൈഖോവ ബയോസ്ഫിയർ ഏത് സംസ്ഥാനത്താണ്? ദിബ്രു സൈഖോവ ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.